ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന തിയറംസ് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന പാർട്ടിലെ അഡിഷൻ തിയറം എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ് അയച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. തിയറംസ് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നതിൽ മെയിൻലി രണ്ട് തിയറംസ് ആണ് വരുന്നത്. ദർ ആർ ടു തിയറംസ് ഇൻ പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് ദേ ആർ അഡിഷൻ തിയറം ആൻഡ് ഓൾസോ മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഓക്കെ, അഡിഷൻ തിയറത്തിന്റെ കേസിൽ അവിടെ ഫോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റിന്റെ കേസിലും വരും, അതേപോലെ തന്നെ നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റിന്റെ കേസിലും അഡിഷൻ തിയറം വരും. ഇനി മൾട്ടിപ്ലിക്കേഷൻ തിയറംസ് രണ്ട് കേസിൽ വരും, ഡിപ്പെൻഡന്റ് ഇവന്റിന്റെ കേസിലും ഇൻഡിപെൻഡന്റ് ഇവന്റിന്റെ കേസിലും മൾട്ടിപ്ലിക്കേഷൻ തിയറംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് അഡിഷൻ തിയറം എന്ന് പറയുന്ന പാർട്ടാണ്. ഓക്കെ, അഡിഷൻ തിയറം എന്താണ്? അഡിഷൻ തിയറം എന്ന് നമുക്ക് നോക്കാം. അഡിഷൻ തിയറം ഫോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. ഓക്കെ, ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റിന്റെ കേസിൽ അഡിഷൻ തിയറം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ്ലി നമ്മൾ നോക്കുന്നത്. അതിനു മുമ്പ് എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് two or more events are said to be mutually exclusive if the occurrence of any one of them means the other event will not occur. അതായത് ഒരു ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ മറ്റൊരു ഇവന്റ് ഒരിക്കലും സംഭവിക്കില്ല. ഇങ്ങനെയുള്ള ഇവന്റുകളെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയാ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നോർമലി നമ്മൾ വെൻ ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ഇവന്റ്, അതേപോലെ ബി എന്ന് പറയുന്ന ഒരു ഇവന്റ്. ഓക്കെ, എയും ബിയും. അപ്പൊ ഇവിടെ ഇത് രണ്ടും എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണ്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു എ എന്ന് പറയുന്ന ഒരു ഇവന്റ് 1, 2 എന്ന് ആണ് വെക്കുക. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന ഒരു ഇവന്റ് 3, 4 ആണെന്ന് വെക്കുക. അപ്പൊ ഇത് രണ്ടിലും എന്തില്ല? കോമൺ ആയിട്ട് ഒരു വാല്യൂ വരുന്നില്ല. ഇത് രണ്ടിലും കോമൺ ആയിട്ട് ഒരു വാല്യൂ വരുന്നില്ല. അപ്പൊ ഇതെന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇവന്റിന്റെ ഹാപ്പണിങ് ഉണ്ടായി കഴിഞ്ഞാൽ മറ്റൊരു ഇവന്റ് ഹാപ്പൺ ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഹെഡ് വരും അല്ലെങ്കിൽ ടെയിൽ വരും. ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കൂല, ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. അതിനെയാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് അഡിഷൻ തിയറം പറയുന്നത്? ഈ ഒരു അഡിഷൻ തിയറം ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റിന്റെ കേസിൽ എന്താണ് പറയുന്നത് നോക്കാം. ഇഫ് എ ആൻഡ് ബി ആർ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്, then the probability of occurrence of either A or B is the sum of the individual probabilities of A and B. Okay, അതായത് ഇതിന്റെ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റീസിന്റെ സമ്മ് കണ്ടു കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? അഡിഷൻ തിയറം എന്ന് പറയുന്നത്. സമ്മിനെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കും? യൂണിയൻ എന്ന് പറയും. പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി ഇതിനെ നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ്? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. അതായത് ഈ ഓർ വരുന്ന കേസിലാണ് നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പൊ ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റിന്റെ കേസിൽ അതിന്റെ അഡിഷൻ തിയറം പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റിന്റെ കേസിലാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്, അത് അഡിഷൻ തിയറം പറയുന്നത് രണ്ടും ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഇവിടെ നോക്കാം, നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 1, 2, 2 എന്താണ്? 4 ആണ്. അതായത് മൊത്തം നമ്മളെ സാമ്പിൾ സ്പേസ്, അതായത് ഇവിടെ യൂണിവേഴ്സൽ ഇത് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മൊത്തം വരുന്നത് 1, 2, 3, 4 എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് ഇതാണ്. ഇതില് എന്താണ്? 2 എണ്ണം എ ആണ് വരുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയും 2 എണ്ണമാണ് വരുന്നത്, 2/4 ആണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. അതായത് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 2/4 ആണ്,
പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ് 2/4 ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എ യൂണിയൻ ബി കിട്ടുന്നത്. ഇതാണ് അഡിഷൻ തിയറം ഇൻ ദി കേസ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ വരുന്നത് അഡിഷൻ തിയറം ഇൻ ദി കേസ് ഓഫ് നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് അല്ലാത്ത കേസിൽ എങ്ങനെയാണ് അഡിഷൻ തിയറം വരുന്നത് എന്നുള്ളത് നോക്കാം. വെൻ ഡയഗ്രാം വെച്ചുകൊണ്ട് തന്നെ പറയാം. ഇവിടെ നിങ്ങൾ നോക്കുക, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് അല്ലാത്ത കേസിൽ, അതായത് അവിടെ നമ്മുടെ ഇവന്റുകൾ എങ്ങനെയാണ് വരിക? ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ഇവന്റും ബി എന്ന് പറയുന്ന ഒരു ഇവന്റും. ഓക്കെ, അപ്പൊ ഇത് എയും ബിയും ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഇവിടെ ജസ്റ്റ് ഞാൻ 2 എന്ന് കൊടുക്കുന്നു, ഇവിടെ 1 ഉണ്ട്, ഇനി ഇവിടെ എന്തുണ്ട്? 3 ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കാം, ഇവിടെ എ എന്ന് പറയുന്ന ഇവന്റ് ഇതാണ്. അപ്പൊ എയിൽ വരുന്ന ഏതൊക്കെയാണ്? 1ഉം 2, ഇത് രണ്ടും വരുന്നുണ്ട്. ഇനി ബി എന്ന് പറയുന്ന ഇതാണ്, ഇതിൽ ഏതൊക്കെ വരുന്നുണ്ട്? 2, 3 വരുന്നുണ്ട്. അതായത് എ എന്ന് പറയുന്നത് ഇവിടെ വരുന്നത്, എയുടെ സാമ്പിൾ സ്പേസ് എങ്ങനെയാണ്? 1, 2 ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വരുന്നത് 2, 3 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടൊരു വാല്യൂ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതായത് ഇവിടെ 2 എന്ന് പറയുന്നത് ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്, എയിലും വരുന്നുണ്ട്, ബിയിലും വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന വാല്യൂ, ഈ ഒരു ഏരിയ നമ്മൾ പറയുന്നത് എന്താണ്? എ ഇന്റർസെക്ഷൻ ബി എന്നാണ് പറയാം. അതായത് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളതാണ് എന്ത്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ആയിരുന്നു. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ആയിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞത്. പക്ഷെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നതും പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നതും കൂട്ടിയാൽ ഈ ഒരു നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റിന്റെ കേസിൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കിട്ടില്ല. ഓക്കെ, കാരണം എന്താ? ഇത് രണ്ടിലും കോമൺ ആയിട്ട് ഒരു വാല്യൂ വരുന്നുണ്ട്. ഇതിലും 2 വരുന്നുണ്ട്, ഇതിലും 2 വരുന്നുണ്ട്. അപ്പൊ 2 പ്രാവശ്യം അത് കൂട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൂട്ടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്ന് എന്ത് കുറക്കണം? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കുറക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ എന്ത് വരുന്നത്? ഇക്വേഷൻ വരുന്നത്. നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റിന്റെ കേസിലാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. അപ്പോൾ ഇതാണ് നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റിന്റെ കേസിൽ അഡിഷൻ തിയറം പറയുന്നത്. അതായത് 2 events A and B are said to be mutually non-exclusive event if both the events A and B have at least one common outcome between them. Okay, അവ രണ്ടിന്റെയും ഇടയിൽ എന്താണ്? ഒരു കോമൺ ഔട്ട്കം ഉണ്ടായിരിക്കണം. അപ്പൊ അത്തരം കേസിലാണ് നമ്മൾ നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് വരും? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളതാണ് നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റിന്റെ കേസിൽ വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ബോക്സ് കണ്ടെയ്ൻസ് 36 balls numbered from 1 to 36. One ball is drawn at random. Find the probability that the number of the ball drawn will be multiple of 5 or 8. Okay, 5 or 8ന്റെ മൾട്ടിപ്പിൾ ആകണം, അല്ലെങ്കിൽ 3 or 5ന്റെ എന്താകണം? മൾട്ടിപ്പിൾ ആകണം. ഇതിനുള്ള ചാൻസ് പ്രോബബിലിറ്റി ആണ് കണ്ടെത്തേണ്ടത്. അതായത് ഒരു ബോക്സിൽ 36 ബോൾ ആണുള്ളത്. ഓക്കെ, 36 ബോൾ ഉണ്ട്. ഈ 36 ബോൾ 1 മുതൽ എന്തായിട്ടുണ്ട്? 1 to 36 വരെ നമ്പർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ബോക്സിൽ 36 ബോൾ ആണുള്ളത്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ പറയുന്നത് ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് മൾട്ടിപ്പിൾ ഓഫ് 5 or 8 ആണ്. ഇതാണ് ക്വസ്റ്റനിൽ പറയുന്നത്. 5ന്റെയോ അല്ലെങ്കിൽ 8ന്റെയോ മൾട്ടിപ്പിൾ ആകാൻ സാധ്യതയുള്ളതിന്റെ പ്രോബബിലിറ്റി കണ്ടെത്താനാണ് പറയുന്നത്. അതായത് 1 to 36 ആണ്. ഇതിൽ 5ന്റെ മൾട്ടിപ്പിൾ ഇപ്പൊ നമുക്ക് ആദ്യം എ എന്ന് പറയുന്ന ഒരു ഇവന്റ് എങ്ങനെ എടുക്കാം? മൾട്ടിപ്പിൾ ഓഫ് 5 എടുക്കാം. ഓക്കെ, മൾട്ടിപ്പിൾ ഓഫ് 5ന്റെ മൾട്ടിപ്പിൾ ആദ്യം നമുക്ക് എടുക്കാം. അതായത് ആദ്യം എന്ത് വരും? 5 വരും, 10 വരും, 15 വരും, 20 വരും, 25 വരും, 30 വരും, 35 വരും, 36 വരെയാണല്ലോ. അപ്പൊ ഇതാണ് ടോട്ടൽ വരുന്നത്. അപ്പൊ ഇവിടെ ടോട്ടൽ എത്രയാണ് കൗണ്ട്? 1 2 3 4 5 6 7. ടോട്ടൽ കൗണ്ട് 7 എന്ന് വരും. ഓക്കെ,
ഇനി ബി എന്ന് പറയുന്നത് ഒരു ഇവന്റ് ഏതാണ്, മൾട്ടിപ്പിൾ ഓഫ് 8 എടുക്കാം. മൾട്ടിപ്പിൾ ഓഫ് 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടുന്നത് ഏതൊക്കെയാണ് വരിക? ആദ്യം 8 വരും, ദെൻ 16 വരും, ദെൻ നെക്സ്റ്റ് 24 വരും, ദെൻ 32 വരും. അപ്പൊ ഇത്രയാണ് ഇതിന്റെ വരുന്നത്. എത്ര ടോട്ടൽ കൗണ്ട് എത്ര വരും? 1 2 3 4 വരും. ടോട്ടൽ ഇവിടെ 4 വരും. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 7/36 ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 4/36 ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ഇതിന്റെ രണ്ടിന്റെയും മൾട്ടിപ്പിള് 5ന്റെയും 8ന്റെയും മൾട്ടിപ്പിൾ വരാനുള്ള ചാൻസ് ആണ് കണ്ടെത്താൻ പറയുന്നത്. ഇത് രണ്ടും കൂടിയാണ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് നമ്പർ ഓഫ് ബോൾ ഡ്രോൺ വിൽ ബി മൾട്ടിപ്പിൾ ഓഫ് 5 or 8. 5 ഓർ ആണ്. ഓർ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ അഡിഷൻ തിയറം ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുണ്ടോ എന്ന് നോക്കണം. കോമൺ ആയിട്ട് വാല്യൂ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒരു വാല്യൂ വരുന്നില്ല. അപ്പൊ ഇതെന്താണ്? ഇവിടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണെന്ന് മനസ്സിലാക്കുക. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി ആണ്. അതായത് ഇവിടെ 5 or 8 ആണ് എ ഓർ ബി എന്ന് പറയുന്നത്. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. ഇത് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ആണ് ഇത്. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 7/36 ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? 4/36 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 36 എഴുതാൻ പറ്റും. ഇനി 7 + 4 കണ്ടാൽ മതി. ഇപ്പൊ നമുക്ക് എത്ര കിട്ടും? 11/36 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഇതിന്റെ ഒന്നാമത്തെ ആൻസർ എന്താണ്? 11/36 ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. മൾട്ടിപ്പിൾ ഓഫ് 3 or 5 ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് മൾട്ടിപ്പിൾ ഓഫ് 3 or 5 ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ അഡിഷൻ തിയറം തന്നെയാണ്. ഓർ വരുന്ന സമയത്ത് നമ്മൾ ആഡ് ആണ് ചെയ്യുന്നത്. അഡിഷൻ തിയറം ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തത് എ എന്ന് പറയുന്ന ഇവന്റ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അതായത് 3 6 9 12 15 18 21 24 27 30 33 36. ടോട്ടൽ 36 ആണ്. 1 to 36 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ എത്രയാണ് കൗണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12. ടോട്ടൽ കൗണ്ട് വരുന്നത് 12 ആണ്. ഇനി ബി എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. 5 10 15 20 25 and 30 35. ഓക്കെ, ടോട്ടൽ കൗണ്ട് 1 2 3 4 5 6 7 ആണ്. ഓക്കെ, ടോട്ടൽ വരുന്നത് എത്രയാണ്? 7 ആണ് കൗണ്ട് വരുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യം നിങ്ങൾ നോക്കേണ്ടത് അഡിഷൻ തിയർ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതായത് 3 or 5 എന്ന് പറയുമ്പോൾ ഓർ വരുന്ന സമയത്ത് ആഡ് ആണ് ചെയ്യുന്നത്. അപ്പൊ അഡിഷൻ തിയറമാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്ന് കണ്ടെത്താൻ ഈ എ എന്ന് പറയുന്ന ഇവന്റിലും ബി എന്ന് പറയുന്ന ഇവന്റിലും നമ്മൾ കോമൺ ആയിട്ട് എന്തെങ്കിലും വാല്യൂ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഇതിൽ 30 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, രണ്ടിലും 30 വരുന്നുണ്ട്. പിന്നെ 15 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, വേറെ ഏതെങ്കിലും കോമൺ ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ രണ്ട് വാല്യൂസും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയാൻ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി എന്നാണ് പറയാം. അതായത് എ ഇന്റർസെക്ഷൻ ബി ഇവിടെ എത്രയാണ്? 2 വാല്യൂസ് ആണുള്ളത്. അപ്പൊ 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ് നമ്മുടേത്? 36 ആണ്. അപ്പൊ 2/36 ആണ് കോമൺ ആയിട്ട് വരുന്നത്. അതായത് എ ഇന്റർസെക്ഷൻ ബി വരുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. 12/36 ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? 7/7 ആണ് പറഞ്ഞത്, 36 ആണ്. അപ്പൊ ഇവിടെ എ ഇന്റർസെക്ഷൻ ബി വരുന്നത്, അതായത് രണ്ടിലും കോമൺ ആയിട്ട് വാല്യൂ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ്? നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണ്. നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണ് വരുന്നത്. നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണെങ്കിൽ അവിടെ നമ്മുടെ അഡിഷൻ തിയറം പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളതാണ്. പ്രോബബിലിറ്റി ഓഫ് എ എത്രയാണ്? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 12/36 ആണ്. പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്താണ്? 7/36 ആണ്. ഇതിൽ നിന്ന് എന്ത് കുറക്കണം? എ ഇന്റർസെക്ഷൻ ബി കുറക്കണം. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി
കുറക്കണം. അതായത് എത്രയാണ് 2/36 ആണ്. ഈ 2/36 നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ ഇത് വർക്ക്ഔട്ട് ചെയ്യാണ്. ഇവിടെ രണ്ടിൽ കോമൺ ആയിട്ട് വരുന്ന 36 നമ്മൾ എടുത്തിരുന്നു. ഇവിടെ 12ഉം 7ഉം എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഇപ്പൊ എത്ര കിട്ടും? 19/36 മൈനസ് 2/36 എന്ന് വരും. അതായത് ഇത് ഒന്നും കൂടെ മാറ്റി കഴിഞ്ഞാല് 36 കോമൺ ആയിട്ട് എഴുതാം, 2 കുറക്കുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 17/36 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് സിമ്പിൾ ആയിട്ട് അഡിഷൻ തിയറം എന്ന് പറയുന്നത്. അപ്പൊ ഒരു അഡിഷൻ തിയറം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ക്വസ്റ്റ്യനിൽ തരുന്ന വാല്യൂസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണോ വരുന്നത്, അതേപോലെ തന്നെ നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലാകും. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് എ, പ്രോബബിലിറ്റി ഓഫ് ബി തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നോൺ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയുമാണ് അഡിഷൻ തിയറം എന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വീണ്ടും കാണാം. താങ്ക് യു.